ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചത് മുതൽ ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതും കോംബോ കളിക്കുന്നതും പ്രേക്ഷകർക്കിടയിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇരുവരും ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നും രണ്ടുപേരും ഒരുമിച്ചിരുന്നതടക്കം എല്ലാം ഫേക്ക് കളികളാണെന്നും വരെ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തരം വിമർശനങ്ങൾക്കുമൊടുവിൽ ഗബ്രി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിച്ചത്. ഋഷി, നോറ, അഭിഷേക് ശ്രീകുമാർ, സിജോ, ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, അൻസിബ എന്നിവരായിരുന്നു നോമിനേഷനിൽ വന്നത്. എന്നാൽ അതിൽ ഋഷി, അൻസിബ, ജാസ്മിൻ, ഗബ്രി എന്നിവർ ചേർന്ന എവിക്ഷൻ ആണ് ഇന്നലെ നടക്കുകയും ബിഗ് ബോസ് അറിയിച്ചിരുന്നു. തുടർന്ന് 4 പേരോടും ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ചുനേരം ചിലവഴിച്ച് തിരിച്ചു വരാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. തുടർന്ന് നടന്ന എവിക്ഷൻ പ്രോസസ്സിൽ അൻസിബയും ഋഷിയും സേഫായി. ബാക്കിയുണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രി കോംബോയിൽ ഒരാൾ പുറത്താവുമെന്ന് ബിഗ് ബോസ് അറിയിക്കുകയായിരുന്നു. ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഗബ്രി സ്ട്രോങ് ആയി നിൽക്കുന്നതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു. ഗബ്രി പുറത്തായെന്ന് മനസ്സിലായതോടെ ജാസ്മിൻ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. തനിക്ക് ഇനി ഇവിടെ ആരുമില്ലെന്നും അത് പറ്റില്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരുന്നത്. ഗബ്രി പോകുന്ന സമയത്ത് ജാസ്മിൻ്റെ പേര് പറയാഞ്ഞത് ജാസ്മിന് വലിയ വിഷമം ഉണ്ടാക്കി. ഇത് പറഞ്ഞ് റസ്മിനോട് കരയുകയും ചെയ്തിരുന്നു. ഗബ്രിയുടെ എവിക്ഷൻ ഹൗസ് മേറ്റിന്റെ ഇടയിലും അമ്പരപ്പുണ്ടാക്കിയിരുന്നു. എന്നാൽ എവിക്ഷൻ പ്രോസസ്സിനിടയിൽ കരയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തിരുന്ന ജാസ്മിനെതിരെ വളരെ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ നാടകമാണ് കാണുന്നതെന്നും ഗബ്രി പോയതുകൊണ്ട് ഇനി ഗെയിമിൽ ആക്റ്റീവ് ആകാനായിരിക്കും പ്ലാൻ എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഇടയ്ക്ക് കരയുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും കാണാം. കരച്ചിൽ ആക്ടിംഗ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. ആ ചെറുക്കനെ അങ്ങോട്ട് പോയി പ്രേമനാടകം കളിച്ച് പുറത്താക്കിയിട്ട് ഇപ്പോൾ കരഞ്ഞ് അഭിനയിക്കുന്നു. ചട്ടനും പോയി പൊട്ടനും പോയി എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും ശ്രദ്ധിച്ചാൽ കാണാമായിരുന്നു. ജാസൂത്തയുടെ കരച്ചിലായിരുന്നു ഇന്നേ ദിവസത്തെ ഹൈലൈറ്റ് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ കോംബോ ഏതായാലും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും ജാസ്മിൻ ഗെയിം കളിക്കുകയെന്നും കാണാൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.